18,000 തോന്നുന്നു എന്നോട് പറഞ്ഞത് ഈ ഒരു ഫോണിൻ്റെ വില. മഞ്ചേരി ഇങ്ങനെ ഒരു കടയിൽ കണ്ടപ്പോൾ ചോദിച്ചു നോക്കിയതാണ്. ഫോൺ ഏതാണെന്ന് മനസ്സിലായില്ലേ? ഹുവായിൻ്റെ P30 Pro. കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഹുവായിൻ്റെ P30 Pro പക്ഷേ കാണാനൊക്കെ ലുക്കുണ്ട്, അടിപൊളിയാണ്. എഡ്ജ് ഡിസ്പ്ലേ ആണ്, LED ഡിസ്പ്ലേ ആണ്. പക്ഷേ 18,000 സംഗതി എന്താ വെച്ചാൽ കുറേ മുമ്പ് കൊടുന്ന് വെച്ചാണ് തോന്നിയത്. ഒരു കസ്റ്റമർ അടുത്ത് നിന്ന് നല്ല വിലക്ക് വാങ്ങിയതാണെന്ന് തോന്നുന്നു. നല്ല വിലക്ക് നല്ല എന്നാണോ വാങ്ങി വെച്ചാൽ അന്നത്തെ വിലക്ക് വാങ്ങിയത് കാരണം. പക്ഷേ വിറ്റ് പോയിട്ടില്ല. 18,000 ഇപ്പോൾ ഒരു 4G ഫോണ് എന്താ വാങ്ങുക പറഞ്ഞാൽ, സെക്കൻഡ് ഹാൻഡ് വാങ്ങുക പറഞ്ഞാൽ സംഗതി കാണാനൊക്കെ ഒരു എന്താ അധികം യൂസ് ചെയ്യാത്ത പീസിൻ്റെ മാതിരി തന്നെയുള്ളത്. പക്ഷേ ആൾക്കാരാണ് വാങ്ങിക്കൊള്ളുന്നില്ലല്ലോ. പിന്നെ വിലയും കുറവാണ്. പിന്നെ ഒരു കൗതുകത്തിനൊക്കെ ഇങ്ങനെ വാങ്ങുക വെച്ചാൽ അങ്ങനെയൊക്കെ നടക്കും. ചിലർ വാങ്ങും ചെയ്യും. നമ്മളിപ്പോൾ ഇത് വാങ്ങാത്ത എന്താ, പോകാത്ത എന്താ, വിറ്റ് പോകാത്ത എന്താന്നുള്ളതിൻ്റെ കഥ പറയാൻ വന്നതല്ല. സംഗതി ഇപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാതിരുത്തി, അത്രേ ഉള്ളൂ. എന്താ കിരിൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സറാണല്ലോ അതിൽ ഫോണിൽ കൊടുക്കൽ. 4G ചിപ്സെറ്റാണ്. കിരിൻ 990 80 തോന്നുന്നത് ഇത് പ്രോസസ്സർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ UI കാണാനൊക്കെ നല്ലൊരു മട്ടമുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. പിടിച്ചാനൊക്കെ നല്ലൊരു സുഖമുണ്ട്. ഇൻ ഹാൻഡ് ഫീൽ എന്നൊക്കെ പറയില്ലേ, സാധനം നല്ല അടിപൊളിയാണ്. പിന്നെ ഇപ്പം ഇതിൻ്റെ കാര്യമായിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ 5x ഒപ്റ്റിക്കൽ സൂം ഇതിൽ കൊടുക്കുന്നുണ്ട്. വലിയൊരു കാര്യമാണ്. 2019 5x ഒപ്റ്റിക്കൽ സൂം പറഞ്ഞാൽ അന്നൊക്കെ 2 ആയിട്ടുള്ളൂ, 3 കൂടി ആയിട്ടില്ല. ആ ലെവൽക്കുള്ള ആ ടൈമിലാണ് 5x ഒപ്റ്റിക്കൽ സൂമൊക്കെ കൊടുത്തത്. വലിയൊരു കാര്യമാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ആ ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിയിലായി പോയതാണ്. ഇപ്പം നല്ല നല്ല ഫോൺ ഇറക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള പ്രോസസ്സർ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട്, ആൻഡ്രോയിഡിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട്, പിന്നെ ചൈനയിൽ നല്ല ആൾക്കാരുണ്ടായതുകൊണ്ട്, ഓരോരു ജനസംഖ്യയും വാങ്ങാൻ ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് സംഗതി ഇന്ന് പോകുന്നുണ്ട് മാത്രം. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. ഇനി വേറെ എന്താ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയുള്ളൂ പറയും. ഏതായാലും ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ക്യാമറ ഒന്ന് ഓണാക്കിയാണ്ട് കാണിച്ചു തരാം. 3 ക്യാമറയാണ് ഉള്ളത്. 40 മെഗാ പിക്സലിൻ്റെ പ്രൈമറിയും 8 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോയും 20ൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും. ഇതാണിപ്പോൾ 40 മെഗാ പിക്സലിലെടുത്ത ഫോട്ടോ. എന്താണിപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള വെച്ചാൽ പറഞ്ഞോളി. പിന്നെ 1x-ലും 2x-ലും 5x-ലൊക്കെ നമ്മൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പോൾ റിസൾട്ട് അറിയണത് ഇതാണ്. ഇപ്പോഴും അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. 2019 ഇറങ്ങിയ ഫോണാണ്. അതായത് ഇപ്പോൾ സാംസങ് ഒരു S10 ആ ഒരു ലെവലിലുള്ള ഫോണാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സംഗതി ഉണ്ടാവും. കിട്ടുന്നുണ്ട്, നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. സൂം ചെയ്തിട്ടൊന്നും അത്ര കണ്ട് ഇമേജ് പൊട്ടി പോകണമെന്നില്ല. ലൈക്ക ഓപ്റ്റിക്സാണ്, ലൈക്കൻ്റെ ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞാൽ 5x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. പോർട്രേറ്റിലേക്ക് വരികയാണെങ്കിൽ 3x വരെയൊക്കെ സൂം ചെയ്യാം. 2019 3x ഒപ്റ്റിക്കൽ സൂം പറഞ്ഞാൽ സംഗതി തന്നെയാണ്. പിക്സൽ കൊടുത്തിട്ടുണ്ടാവും. അതിന് ഡിജിറ്റലായിട്ടാണ്, ഇതെങ്ങനെ അറിയില്ല. ഏതായാലും ഇതുണ്ടല്ലോ 5x ഒപ്റ്റിക്കൽ സൂം ഉണ്ടല്ലോ, അങ്ങനെ നോക്കുമ്പോൾ എന്താ അറിയില്ല. ഏതായാലും പോർട്രേറ്റിൽ 3x വരെയൊക്കെ സൂം ചെയ്യാം. മികച്ചൊരു കാര്യമാണ് 2019 വെച്ച് നോക്കുമ്പോൾ. പിന്നെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ കാരണം പോർട്രേറ്റിൽ നമ്മളങ്ങനെ ചെയ്ത് നോക്കില്ലല്ലോ. പിന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് പറഞ്ഞ സംഗതി ഉണ്ട്. അത് പിന്നെ 2019 ഉണ്ട് കേട്ടോ. അതിന് മുമ്പ് തന്നെ ഉണ്ട്. സാംസങ് ഒക്കെ കുറേ ചെയ്യണതാണ് ഐഫോണും. വീഡിയോ 4K ഉണ്ട്, 1080p 60 FPS ഉണ്ട്. സംഗതികളൊക്കെ വളരെ ഉഷാറാണ്. 4200 mAh ബാറ്ററി, 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജർ, 2.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജർ ഒക്കെ കുത്തി നിറച്ച, മൊത്തത്തിൽ എല്ലാ സംഗതികളും കുത്തി നിറച്ച ഒരു വൻ പാക്കേജാണ് ഹുവായിൻ്റെ P30 Pro. ഒരു 10 റുപ്യക്ക് എവിടെയെങ്കിലും നല്ല കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കൊണ്ടി. മറ്റേ 4G ആണ്. ഈ 4G ഫോൺ ഇറങ്ങിയ കാലത്ത് സാംസങ് SDS ഉപയോഗിക്കണ മാതിരിയാവും. പിന്നെ അല്ല, ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് മട്ടം പോലെ ചെയ്യാമല്ലോ.